ദേവമംഗൽ അസ്ട്രോമീഡിയയിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാരുടെ 2026 മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസത്തെ പൊതുവായ നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. പൊതുവായ ഫലം എന്ന് എടുത്തു പറയാൻ കാരണം ഓരോരുത്തരുടെയും ജാതകസ്ഥിതി വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. ചിത്തിര 2 രാശികളിലായി വരുന്ന നക്ഷത്രമാണ്. ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ കന്നിരാശിയിലും 3ഉം 4ഉം പാദങ്ങൾ തുലാൻ രാശിയിലും വരുന്നു. കന്നിരാശിയിൽ വരുന്നവരെ കന്നിക്കൂറുകാരെന്നും തുലാൻ രാശിയിൽ വരുന്നവരെ തുലാക്കൂറുകാരെന്നും പറയുന്നു. കന്നിക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വർഷക്കാലം മുഴുവൻ കണ്ടകശനി തുടരുന്നതിനാൽ ദോഷപരിഹാരമായി ശനിയാഴ്ച വ്രതവും ശനിപ്രീതികരമായ കർമ്മങ്ങളും അനുഷ്ഠിക്കണം. ജൂൺ ആദ്യവാരം വരെ വ്യാഴം 10ലും ഒക്ടോബർ അവസാനം മുതൽ ഡിസംബർ വരെ വ്യാഴം 12ലും സഞ്ചരിക്കുന്നതിനാൽ ഈ സമയവും അത്ര ഗുണകരമായിരിക്കില്ല. പ്രത്യേകിച്ചും ദൈവാധീനക്കുറവും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. അതിനാൽ വ്യാഴപ്രീതിക്ക് ആവശ്യമായ കർമ്മങ്ങളും കുടുംബപരദേവതാ ഭജനവും ഈ സമയത്ത് ഉത്തമ ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും. എന്നാൽ തുലാക്കൂറുകാരായ ചിത്തിര 3ഉം 4ഉം പാദക്കാർക്ക് ശനി അനുകൂല സ്ഥാനമായ 6ൽ സഞ്ചരിക്കുന്നതിനാൽ ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ കൈവരും. ഇവർ ശനിപ്രീതികരമായ കർമ്മങ്ങൾ കൂടി അനുഷ്ഠിച്ചാൽ ശനി മൂലമുള്ള ഗുണഫലങ്ങൾ വർദ്ധിക്കും. അതുപോലെ തന്നെ തുലാക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ഈശ്വരാനുഗ്രഹവും ഗുണഫലങ്ങളും ഉണ്ടാകും. ചിത്തിര നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങളായ വിശാഖം, തൃക്കേട്ട, പൂരാടം, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ ആവുന്നതും ഒഴിവാക്കുന്നതും ഈ നക്ഷത്രക്കാരുമായി തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുന്നതും ഇവരുമായി ചേർന്ന് കൂട്ടുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതും ശ്രേയസ്കരമാണ്. എന്നുവെച്ച് ഈ നാളുകാരെ അകറ്റി നിർത്തണമെന്നല്ല, ഇവരുമായുള്ള ഓരോ ഇടപാടുകളും വളരെ ശ്രദ്ധയോടെ വേണമെന്ന് ചുരുക്കം. ചിത്തിര നക്ഷത്രക്കാരുടെ 2026 മെയ് മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ പൊതുവെ ഗുണകരമായി കാണുന്നു. ഗ്രഹത്തിൽ സമാധാനാന്തരീക്ഷം കൈവരും. സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും മോചനവും ജീവിത രീതിയിൽ തന്നെ വലിയ മാറ്റത്തിനും സാഹചര്യം വന്നേക്കാം. പുതിയ ഗ്രഹം വാങ്ങുന്നതിനോ പഴയ ഗ്രഹം മോടി പിടിപ്പിക്കുന്നതിനോ സാഹചര്യം അനുകൂലമായി കാണുന്നു. മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നടന്ന പല കാര്യങ്ങളും സഫലമാകാനുള്ള സാഹചര്യം വന്നു ചേരും. കച്ചവടക്കാർക്കും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സമയം ഏറെക്കുറെ അനുകൂലമായി കാണുന്നു. എന്നാൽ ഓഹരി ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സമയം അത്ര അനുകൂലമായി കാണുന്നില്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾക്ക് സാഹചര്യം വന്നു ചേരാം. വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും സമയം ഏറെക്കുറെ അനുകൂലമായി കാണുന്നു. എങ്കിലും വിദ്യാർത്ഥികൾക്ക് അവർ ഉദ്ദേശിച്ച വിധത്തിലുള്ള വിജയം കൈവരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഗൃഹാന്തരീക്ഷം ആഹ്ലാദകരമായിരിക്കും. കുടുംബസമേതം കുടുംബ സുഹൃത്തുക്കളും ഒന്നിച്ച് ഉല്ലാസയാത്രകളോ തീർത്ഥാടന യാത്രകൾക്കോ അവസരമുണ്ടാകും. ചിത്തിര നക്ഷത്രക്കാരുടെ 2026 ജൂൺ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എതിർപ്പുകളെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ കഴിയും. ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും ആശ്വാസം കണ്ടെത്താൻ കഴിയും. തൊഴിൽ രംഗത്തുള്ളവർക്ക് വലിയ പ്രശ്നങ്ങൾ കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയും. പ്രശസ്തിയും അംഗീകാരവും നേടും. വാഹനയോഗം കാണുന്നു. വിവാഹാലോചകർക്ക് സമയം അത്ര അനുകൂലമായി കാണുന്നില്ല. വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കുമെങ്കിലും ഒന്നും പൂർണ്ണതയിൽ എത്തിയെന്ന് വരില്ല. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സമയം അനുകൂലമായി കാണുന്നു. പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അധ്വാനം വർദ്ധിക്കും. ഉദ്ദേശിച്ച വിധത്തിൽ പൊതുരംഗത്ത് ശോഭിക്കാൻ കഴിയുന്നു വരില്ല. ചിത്തിര നക്ഷത്രക്കാരുടെ 2026 ജൂലൈ മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ചിത്തിര നക്ഷത്ര തുലാക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമായ സമയമാണെങ്കിലും ചിത്തിര നക്ഷത്രം കന്നിക്കൂറുകാർക്ക് സമയം അത്ര ഗുണകരമായി കാണുന്നില്ല. ഈശ്വരചിന്ത വർദ്ധിക്കും. സന്താന നന്മയ്ക്ക് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യും. തൊഴിൽ രംഗത്തുള്ളവർക്ക് സഹപ്രവർത്തകരുടെ സഹായം തേടേണ്ട സ്ഥിതി വരും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. വിവേചന ബുദ്ധിയോടെ പ്രവർത്തിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ സൗമ്യതയിൽ പറഞ്ഞ് പരിഹരിക്കാൻ കഴിയും. ബിസിനസ് രംഗത്തും ഷെയർ ബിസിനസ് രംഗത്തുള്ളവർക്കും സമയം അത്ര അനുകൂലമല്ല, പ്രത്യേകിച്ചും ഓഹരി വിപണി രംഗത്ത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉത്സാഹക്കുറവും മാന്ദ്യതയും അനുഭവപ്പെടും. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകുമെങ്കിലും പിന്നീട് കാര്യങ്ങൾ അനുകൂലമാകും. ദാമ്പത്യ ജീവിതം വലിയ പ്രശ്നങ്ങൾ കൂടാതെ മുന്നോട്ടു പോകും.
ചിത്തിര നക്ഷത്രക്കാരുടെ 2026 ആഗസ്റ്റ് മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു. തൊഴിലന്വേഷകർക്ക് അനുകൂല സ്ഥിതി കൈവരും. പ്രത്യേകിച്ചും കന്നിക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്ക് കാര്യവിജയമുണ്ടാകും. തൊഴിൽ രംഗത്തുള്ളവർക്ക് തൊഴിൽ ഉയർച്ചയും അംഗീകാരവും ലഭിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ക്രയവിക്രയങ്ങളിൽ വിജയവും ലാഭവും കൈവരും. വ്യവസായ രംഗത്തുള്ളവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നഷ്ടങ്ങൾ മാറി അഭിവൃദ്ധി ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഉന്നതരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. കുടുംബാന്തരീക്ഷം സന്തോഷകരമാവും. സന്താന സൗഭാഗ്യമുണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ ഇടവരും. സന്താനങ്ങൾക്ക് മാതാപിതാക്കളുടെ വാത്സല്യവും കരുതലും ഉണ്ടാകും. മാതൃസൗഖ്യമുണ്ടാകും. എന്നാൽ അടുത്ത സുഹൃത്തുക്കളുമായി കലഹിക്കാൻ ഇടവന്നേക്കാം. യാത്രവേളയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ധനനഷ്ടത്തിന് ഇടവരും. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. ചിത്തിര നക്ഷത്രക്കാരുടെ 2026 മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നതോടൊപ്പം ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.